പ്രസംഗം ഇപ്പം വെനസ്വേലയിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇന്ത്യ നടത്തിയ ഒരു പ്രസ്താവന പോലും അതിനെ അമേരിക്ക നടത്തിയ ഒരു അതിക്രമത്തെ അപലപിക്കാൻ തയ്യാറാകുന്നില്ല. ആ പ്രസ്താവന പോലും അമേരിക്ക എന്നൊരു വാക്ക് പോലും ഉച്ചരിക്കാൻ വിദേശകാര്യമന്ത്രി തയ്യാറായിട്ടില്ല. യഥാർത്ഥത്തിൽ സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ ഇത് സംബന്ധിച്ചൊരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആദ്യമായി വെനസ്വേല എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ സ്ഥാപിക്കപ്പെട്ട ചേരിചേരാ പ്രസ്ഥാനത്തിലെ നോൺ അലൈൻ മൂവ്മെൻറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അംഗരാജ്യമാണ്. നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റിൻ്റെ ഉന്നതതല സമ്മേളനം തന്നെ കാരക്കാസിൽ വെച്ച് നടന്നിട്ടുണ്ട് മുമ്പ്. അതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് പങ്കെടുത്തില്ല എന്നുള്ളത് ദുഃഖകരമാണ്. ഇപ്പോൾ വെനസ്വേലയ്ക്ക് നേരെ അമേരിക്ക നടത്തിയിട്ടുള്ള ആക്രമണം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്, UN ചാർട്ടറിൻ്റെ നഗ്നമായ ലംഘനമാണ്. ആ രാഷ്ട്രത്തിൻ്റെ തലവനെയും മഡുറോയെയും അദ്ദേഹത്തിൻ്റെ പത്നിയെയും തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പം ഒന്നിലധികം അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾ അമേരിക്കൻ ഭരണകൂടത്തെ ഒരു ടെററിസ്റ്റ് സ്റ്റേറ്റ്, ഒരു റോഗ് സ്റ്റേറ്റ് എന്ന് മുദ്രയടിക്കാൻ തക്കവണ്ണമുള്ള അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. ഒരു അന്താരാഷ്ട്ര കോടതിയെല്ലാം ശരിയായ വിധത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ അവിടെ വിചാരണ ചെയ്യേണ്ടതാണ്, ഒരു യുദ്ധകുറ്റവാളി എന്നുള്ള തരത്തിൽ. ഒരു രാജ്യത്തെ ആക്രമിച്ചു, ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെയും പത്നിയെയും തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതിൻ്റെ പേരിൽ. അതിന് മുമ്പ് തന്നെ വെനസ്വേലയുടെ എണ്ണ കൊണ്ടുപോകുന്ന ടാങ്കർ അത് പിടിച്ചെടുത്തു. അപ്പോൾ കൊള്ള നടത്തി നേരത്തെ ഈ കുറ്റകൃത്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. ഇതിനെതിരായിട്ട് ശക്തമായിട്ട് ഇന്ത്യ ശബ്ദിക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും അപലപനീയമാണ്. ബ്രിക്സ് എന്ന് പറയുന്ന കൂട്ടായ്മയിൽ ഇന്ത്യയോട് ഒപ്പമുള്ള ദക്ഷിണാഫ്രിക്കയും ബ്രസീലും ശക്തമായ ഭാഷയിൽ ഇതിനെ അപലപിക്കുകയുണ്ടായി. അമേരിക്കയുടെ കൂട്ടാളികളായ യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങൾ പോലും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘനം ശരിയല്ല എന്ന് പ്രസ്താവിക്കുകയുണ്ടായി. ഇതൊന്നും കൂടാതെ അമേരിക്ക എന്നുള്ള പദം പോലും ഉപയോഗിക്കാതെ അവിടെ നടന്ന നഗ്നമായ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുള്ള ഈ കടന്നാക്രമണത്തെ അപലപിക്കാതെ ഒരു അഴകുഴമ്പൻ പ്രസ്താവന മോഡി ഗവൺമെൻറ്റിൻ്റെതായി വന്നിരിക്കുന്നു. ഇത് ഇന്ത്യയെ അവമാനിക്കലാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടിയ പാരമ്പര്യം ഇന്ത്യക്കുണ്ട്. അപ്പോൾ സാമ്രാജ്യത്വത്തിൻ്റെ കടുങ്കൈകൾ അനുഭവിച്ച ഈ രാജ്യത്തെ ജനത സാമ്രാജ്യത്വ വിരുദ്ധമായ സമീപനം എന്നും എടുത്തിട്ടുണ്ട്. പണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ലോകത്തെ അടക്കിവാഴാൻ ശ്രമിച്ചെങ്കിൽ ഇന്ന് അമേരിക്കയാണ്. എവിടെ ചെന്നും ആക്രമണം നടത്താൻ ഞങ്ങൾക്ക് മടിയില്ല. ഇറാനിൽ ഇവർ പോയി ആക്രമണം നടത്തി അമേരിക്ക. ഇറാൻ അമേരിക്കയ്ക്കെതിരായിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇറാൻ്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് അവിടെ ബോംബിട്ടു. യഥാർത്ഥത്തിൽ ലോകത്ത് ആണവായുധം ആകെ ഉപയോഗിച്ചിട്ടുള്ള അമേരിക്കയാണ്, ഹിറോഷിമയിലും നാഗസാക്കിയിലും. ആ അമേരിക്ക ഇന്ന് ലോകം ഭരിക്കുന്നത് ഞങ്ങളാണെന്നുള്ള മട്ടിൽ ട്രംപ് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കീഴടങ്ങി ഇന്ത്യ ഗവൺമെൻറ് നിൽക്കുന്നത് അപമാനകരമാണ്. സാമ്രാജ്യത്വത്തിനെതിരായി പൊരുതി സ്വാതന്ത്ര്യം നേടിയ നവസ്വതന്ത്ര രാജ്യങ്ങളുടെ ഒരു നേതാവായിട്ടൊരു പദവി ഇന്ത്യക്കുണ്ടായിരുന്നു. മൂന്നാം ലോക രാജ്യങ്ങളുടെ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഗ്ലോബൽ സൗത്ത് എന്നാണ് പറയുക. സാമ്രാജ്യത്വത്തെ ഗ്ലോബൽ നോർത്ത് എന്നുമാണ് നിർവചിക്കുക. അപ്പോൾ ഗ്ലോബൽ സൗത്തിൻ്റെ ഒരു നേതൃത്വ സ്ഥാനം ഇന്ത്യക്കുണ്ടായിരുന്നു. അത് മോഡി ഗവൺമെൻറ് കളഞ്ഞു കുളിച്ചിരിക്കുകയാണ്. അത് അമേരിക്കയുമായി തന്ത്രപരമായ ബന്ധം സ്ഥാപിച്ച നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലം മുതൽ തുടങ്ങിയ വിദേശ നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ്. ഇപ്പോൾ നരേന്ദ്രമോദി പൂർണ്ണമായും അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഒരു കയ്യാളെപ്പോലെ, ഒരു കാര്യസ്ഥനെ പോലെ നിൽക്കുന്നു. ഇന്ത്യക്കത് അവമാനകരമാണ്. ഇന്ത്യയിൽ വ്യാപകമായി വെനസ്വേലയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾ നടക്കുകയാണ്. ദൗർഭാഗ്യവശാൽ കർണാടകയിലെ സിദ്ധരാമയ്യ ഗവൺമെൻറ് അവിടെ പ്രകടനം നടത്താൻ CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് EMS ഭവൻ അവിടെ നിന്ന് പുറപ്പെടാൻ സഹാക്കൾ ഒരുപെട്ടപ്പോൾ പോലീസ് എന്നിട്ട് തടഞ്ഞ് പ്രകടനം നടത്തുന്നത് പോലും അനുവദിക്കുന്നില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വവും ഇതിനെക്കുറിച്ച് ആലോചിക്കണം. പണ്ഡിറ്റ് നെഹ്റുവും മഹാത്മാഗാന്ധിയും ഒക്കെ മുന്നോട്ട് വെച്ചിരുന്ന നയം നരേന്ദ്രമോദി ഗവൺമെൻറ് ഉപേക്ഷിക്കുമ്പോൾ അതിനെതിരായി ശക്തമായി രംഗത്ത് വരാൻ കോൺഗ്രസും തയ്യാറാകണം എന്ന് ഈ ഘട്ടത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഈ താരിഫ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അമേരിക്കയ്ക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നൊരു പേടിയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ട്രംപ് ഒരു പ്രസ്താവന നടത്തിയതിൽ മോദി എന്നെ പിണക്കി കഴിഞ്ഞാൽ കൂടുതൽ താരിഫ് ഏർപ്പെടുത്തുമെന്നൊക്കെ പറയും. ഒരു പ്രസ്താവന ഈ ഒരു അതിക്രമത്തിന് ശേഷം വന്നിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പേടി ഇതിൽ പിന്നെ
നരേന്ദ്രമോദിക്ക് ഡൊണാൾഡ് ട്രംപിനോട് ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായ അതിർത്തിയിലെ പ്രശ്നം, അത് ഞാൻ രണ്ട് രാജ്യങ്ങളെയും വിളിച്ച് നിങ്ങൾക്കെതിരായിട്ട് താരിഫ് പ്രയോഗിച്ച് ഞാൻ ശക്തമായ നീക്കം നടത്തും, നിങ്ങൾ ഉടനടി യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞതോടുകൂടിയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി പ്രശ്നം അവസാനിച്ചത് എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ട് ഇത് അസംബന്ധമാണ് എന്ന് ഒന്നുകിൽ മോഡി തുറന്ന് പറയണം, അതുവരെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അത് സത്യമാണെന്ന് സമ്മതിക്കണം. അപ്പം അമേരിക്കയുമായി ഇടപെടുമ്പോൾ, ഡൊണാൾഡ് ട്രംപുമായിട്ട് ഇടപെടുമ്പോൾ ഒരു പരിങ്ങൽ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് സംഭവിക്കുന്നുണ്ട്. ഇവിടെ വെനസ്വേലയെ ആക്രമിച്ചതിൽ അമേരിക്കയുടെ ലോകാധിപത്യ ലക്ഷ്യങ്ങൾ മാത്രമല്ല ഉള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യം വെനസ്വേലയാണ്. സൗദി അറേബ്യയെക്കാളും എണ്ണ നിക്ഷേപം അവിടെയാണുള്ളത്. അത് പിന്നെ ഖനനം ചെയ്യുന്നതിലൊക്കെ ചില പരിമിതികൾ അവർക്കുണ്ടെങ്കിലും ഏറ്റവും വലിയ എണ്ണ നിക്ഷേപം വെനസ്വേലയിലാണ്. ആ എണ്ണ സമ്പത്ത് മുഴുവൻ കൈയടക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. ഇത് മാത്രമല്ല, അമേരിക്കൻ ഡോളർ പെട്രോ ഡോളർ എന്നുള്ള തരത്തിൽ ലോകത്തിൽ ആധിപത്യം നേടിയിട്ടുണ്ട്. കിസിഞ്ചർ സൗദി അറേബ്യയായിട്ടുണ്ടാക്കിയ ഒരു ധാരണയുണ്ട്, ലോകത്ത് പെട്രോൾ വിനിമയം ചെയ്യുന്നതെല്ലാം ഡോളറിലായിരിക്കണമെന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ വെനസ്വേല ഉൾപ്പെടെ പല രാജ്യങ്ങളും ഡോളറിലല്ലാതെ താന്താങ്ങളുടെ നാണയത്തിൽ ഇതിൻ്റെ വിൽപ്പന നടത്തുകയും വാങ്ങുമ്പോൾ സ്വന്തം നാണയം കൊടുത്താൽ മതി, ഡോളറെ ആശ്രയിക്കേണ്ടതില്ല എന്നൊരു സമീപനം വെനസ്വേല എടുക്കുന്നുണ്ട്. ഈ സമീപനം ഇറാഖ് എടുത്തപ്പോഴാണ് സദ്ദാം ഹുസൈനെതിരായിട്ട് അമേരിക്ക നീങ്ങിയത്. സമാനമായ സമീപനം ഗദ്ദാഫി എടുത്തപ്പോഴാണ് ലിബിയക്കെതിരായിട്ട് അമേരിക്ക നീങ്ങിയത്. അപ്പോൾ കൃത്രിമമായി ലോകത്ത് ഡോളറിന് നേടിയെടുത്ത് സ്ഥാപിച്ചിട്ടുള്ള ഒരു മേൽക്കൈയുണ്ട്, അപ്രമാദിത്വമുണ്ട്. ആ ഡോളറിൻ്റെ അപ്രമാദിത്വം ഇടിയുന്ന ഒരു വിഷയം കൂടി ഇപ്പോൾ വെനസ്വേലയ്ക്കെതിരായിട്ടുള്ള ആക്രമണത്തിൻ്റെ പിന്നിലുണ്ട്. ഇതെല്ലാം നമ്മൾ കാണേണ്ടതാണ്. ഇവിടെ എല്ലാം ഇന്ത്യ ബ്രിക്സിൻ്റെ ഭാഗമായി, ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉറച്ച നിലപാടെടുത്താൽ അത് ഇന്ത്യക്കും ലോകത്തിനും പ്രയോജനകരമാവും. അതിന് തയ്യാറാകാതെ നിസ്സഹായമായി അപമാനകരമായ ഒരു നില സ്വീകരിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. CPIM ഇതിനെ ശക്തമായി അപലപിക്കുന്നു. ജനങ്ങൾ ഇതിനെ അപലപിക്കാൻ രംഗത്ത് വരണം. വിയറ്റ്നാമിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ അമേരിക്ക ശ്രമിച്ചിട്ട് വിയറ്റ്നാമിലെ ജനത അതിനെ നേരിട്ടു. അതിൽ ലോകത്തെമ്പാടും വിയറ്റ്നാമിന് അനുകൂലമായിട്ട് വന്ന ഐക്യദാർഢ്യം ഒരു ഘടകമായിരുന്നു. അമേരിക്കയിലും ട്രംപിൻ്റെ ഈ നീക്കത്തിനെതിരായിട്ട് ശക്തമായ ജനങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ലോകവ്യാപകമായും ഇന്ത്യയിലും വെനസ്വേലയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ഇന്ത്യ ഗവൺമെൻറ് തെറ്റായ നയത്തെ വിമർശിച്ചുകൊണ്ടും ട്രംപിൻ്റെ ലോകാധിപത്യപരമായ സാമ്രാജ്യത്വ നയസമീപനങ്ങളെ, അന്താരാഷ്ട്ര അതിക്രമത്തെ, ഇത് അന്താരാഷ്ട്ര ഭീകരവാദമാണ് ട്രംപിൻ്റെ, അതിനെ അപലപിച്ചുകൊണ്ടും വലിയ തോതിൽ ജനങ്ങൾ പ്രതിഷേധിച്ച് രംഗത്ത് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.